പിന്നെ ഒരു കരിവേപ്പിലക്ക് കുറച്ച് ഉഷാറാവാൻ വേണ്ടിയിട്ട് കുറച്ച് വളം കൊടുക്കലും പിന്നെ ഒരു മരുന്നും കൂടി അതിന് വേണ്ട ഒരു മരുന്നും കൂടി ഉഷാറാവാനും വില വെക്കാനും പിന്നെ പുഴുവെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മരുന്ന് ഇത് കഞ്ഞിവെള്ളാന്നേ ഞാൻ കുടഞ്ഞു കൊടുക്കാനാന്ന് തോന്നുന്നു. ഇത് തൈരാണ് കണ്ടാ തൈര് കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാനും ചെറുനാരങ്ങ ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ എടുക്കുന്നില്ലൂ. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആക്കണം. അത്രേ വേണ്ടു. വെള്ളം കണക്കായിട്ടുണ്ട്. എന്താ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഞാൻ ഇത് ആക്കിയിട്ട് എടുക്കട്ടെ. കുറച്ച് വെള്ളം എടുക്കട്ടെ. കുറച്ച് വെള്ളം എടുത്തു. ഈ വെള്ളം കൂടി അത്ര പോരാ. 2 കഞ്ഞിൻ്റെ വെള്ളവും ഇതുള്ള അത്ര വെള്ളവും കൂടി എടുത്തിട്ട് കേട്ടാ. ഇത്ര പോരാ വെള്ളവും കൂടി എടുത്തിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ആടെ കൊണ്ടുപോയിട്ട് നമുക്ക് പിന്നെ ആടെ അതിൽ കൊണ്ടുപോയിട്ട് കുറച്ച് വളവും ഇതും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് ആടെ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് വളവും എന്നുവെച്ചാൽ ആലവളമാണ്. ആലവളവും കുറച്ച് വേസ്റ്റ് അടുക്കള വേസ്റ്റും കൂടി ആയത് കേട്ടാ. കണ്ടാ കുറച്ച് അടുക്കള വേസ്റ്റും കൂടി ഉള്ളതായത് കണ്ടാ. ഇതും കൂടി ഇടാനാണ്. ഇതതിൻ്റെ ചോട് തുറന്നിട്ട് അതിന് ആക്കാൻ വേണ്ടിയിട്ടെന്നേ. ഞാൻ തുറക്കട്ടെ. അതിന് ചുറ്റും ഇടാൻ വേണ്ടി ഒരുപാട് ഇഷ്ടംപോലെ തൈകൾ അതിൻ്റെ അടിയിൽ ചുറ്റും വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട്. നോക്കറാ കരിവേപ്പില ഞാൻ ഇതിനിടയ്ക്ക് അടിച്ചു കൊടുത്തിട്ട് എന്നതിൻ്റെ ഇത് നോക്കറാ നല്ല കളഞ്ഞ് ആക്കിയതാണ്. ഇപ്പം കണ്ടില്ലേ, ഞാനിതിപ്പോൾ തുറക്കട്ടെ. ഇതിപ്പോൾ ഞാൻ തുറക്കട്ടെ. ഇപ്പോൾ തുറന്നിട്ട് വേണം കാണിച്ചു തരാം. കാണുന്നില്ല അല്ലേ? കാണുന്നില്ലല്ലോ. കണ്ടില്ലേ, നമുക്കതൊന്ന് തുറന്നിട്ട് ആ വളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ മരുന്നടിച്ച് കൊടുക്കാം. അത് കലക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് തുറക്കട്ടെ. ഇത് തുറന്നിട്ട് നമുക്ക് ഇതാക്കാം. കണ്ടില്ലേ, ഇതേപോലെ കണ്ടില്ലേ, ഇത് തുറന്നിട്ട് നമുക്ക് ഇനിയിപ്പം ഇതിട്ട് കൊടുക്കാലോ. ഉണ്ടല്ലേ, ഇത് ഞാനവിടെ തുറന്ന് വെച്ചിട്ടാ. ഞാനിപ്പോൾ ഈ വളാണിപ്പം ഇനി ഇട്ട് കൊടുക്കും. കണ്ടില്ലേ, ഈ തുറന്നിട്ട് ഈ വളം ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കട്ടെ. നല്ലപോലെ ഇഷ്ടം പോലെ ചപ്പുണ്ടാവും. ഇപ്പം തന്നെ നല്ല കുമുകുമ വന്നിട്ടുണ്ട്. കണ്ട ഇതേപോലെ തുറന്നിട്ട് ചുറ്റും ഇത് ഇട്ട് കൊടുക്കുക. കുറച്ച് ആലവളവും പിന്നെ കുറച്ച് അടുക്കള വേസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടിയാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ട്. കണ്ട ഇതേപോലെ ദൂരെ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാറ്റിനും വലിച്ചെടുത്തോളും. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിവിടെ മൂടി കൊടുക്കട്ടെ. മൂടി കൊടുത്തിട്ട് വേണം ഇത് മൂടി കൊടുത്തിട്ട് ഇനി വെള്ളം കൂടി അടിച്ചു കൊടുത്താൽ നല്ല ഇതായിട്ട് വരും. കണ്ടില്ലേ, ഇതേപോലെ മൂടി കൊടുക്കുക. ഉണ്ടല്ലോ, അതിന് വളം കൊടുത്തു. കണ്ടില്ലേ, ഇതേപോലെ വളം ഇട്ട് കൊടുക്കുക. നല്ല ഇഷ്ടംപോലെ അതിൻ്റെ തായലും എല്ലാം അതാ ഒരുപാട് വരുന്നത്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ കൊലയായിട്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കി. കണ്ടില്ലേ, അതിനിടയ്ക്ക് ആക്കിയോണ്ടല്ലേ അതിൻ്റെ
പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ അതാണ് ഒരുപോലെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇന്നലെ തൈര് ഒരു 500 തൈര്, ഒരു 500 പിന്നെ ഇതുമാണ് കഞ്ഞിവെള്ളം, പിന്നെ 1 ലിറ്റർ വെള്ളവും ചേർത്തിട്ടാണ് ഞാനിപ്പം കുടഞ്ഞു കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതാ എൻ്റെ എല്ലാം കരിവേപ്പില എല്ലാം താഴെ വരുന്ന കരിവേപ്പില വരെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതാ നല്ല കരിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് താനും, ഒരുപോലെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. നല്ലപോലെ മുക്കി കളയാണ്, എന്നാൽ പുഴുവില്ല. ഇല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ പുഴുവെല്ലാം തിന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇതിനിടക്ക് ഇതിങ്ങനെ ചെയ്തു കൊടുത്തോണ്ടാണ് ഇങ്ങനെ പുഴു തിന്നാണ്ട് ഇവിടെ ബാക്കിയായിട്ടുള്ളത്. കണ്ടില്ലേ, കണ്ടില്ലേ. ബാക്കി ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഒഴിക്കാം, നമുക്ക് ഇത് ബാക്കിയുള്ളത് കണ്ട ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കരിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാട് പോലെ, ഇനിയിപ്പോൾ കാട് പോലെ വളരും. ഇപ്പം തന്നെ കാട് പോലെ വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, അത് കണ്ട ചെറുതെല്ലാം വളരുന്നുണ്ട, ഒരുപോലെ ഉണ്ട്. കണ്ടില്ലേ, ഇതാ അങ്ങനത്തെ കാടി അതെല്ലാം ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഉഷാറ്. കണ്ടില്ലേ, ഇതിനിടയ്ക്ക് ചെയ്തു കൊടുത്തോണ്ട് നല്ലപോലെ പച്ചപ്പൂണ്ട് ഇതിനിടയ്ക്ക് പുഴുവെല്ലാം ഇതെല്ലാം വന്നിട്ടായിരുന്നു. ഇല ഉണക്കവും കരിച്ചലും പുഴു എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പിന്നെ നമുക്ക് കരിവേപ്പിലക്ക് ഇഷ്ടംപോലെ ആക്കാൻ കഴിയും. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനില്ല. ഈ വീഡിയോ നിങ്ങൾ കാണാണ്ട് പോകരുത്. നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇത് നല്ലൊരു വീഡിയോ. കരിവേപ്പില ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞവർക്കും കൂടിയുള്ളൊരു ഇതായത്.